ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? നീ ഒന്ന് ചുമ്മാതിരുന്നേ. കൊള്ളാം, നല്ല ബെസ്റ്റ് കൈനീട്ടം. ഇനി എന്നും രാവിലെ ഇതുപോലെ ഭിക്ഷക്കാരായിരിക്കും ഈ മുറ്റത്ത് കയറി വരാൻ പോകുന്നത്. നമ്മളിപ്പോ എന്താ മോളെ ചെയ്യാ? വിശന്ന് ആഹാരം ചോദിക്കുന്നവരോട് എങ്ങനെയാ നമ്മൾ ഇല്ലാന്ന് പറയാ? എടി, അകത്ത് വേറെ പഴങ്ങഞ്ഞിരിപ്പുണ്ടോ? എങ്കിൽ അങ്ങോട്ട് മാറ്റിയെടുത്ത് കുറച്ച് അങ്ങേർക്ക് കൊടുക്കായിരുന്നു. അമ്മേ, ഉള്ളതെല്ലാം ഇങ്ങോട്ട് എടുത്തമ്മേ. നമ്മള് കൈനീട്ടം പോലും വിറ്റിട്ടില്ല, പിന്നെങ്ങനെ ഇതിന് ഇയാൾക്ക് കൊടുക്കുന്നേ? അമ്മാവ, കുറച്ചു നേരം അങ്ങോട്ടൊന്ന് മാറി നിൽക്കാവോ? കൈനീട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മാവന് തരാം. മോളെ, പാവം അങ്ങനെ ഒരു ഊമയാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാം. അമ്മേ, പണം മാത്രമല്ലല്ലോ മോളെ പ്രധാനം. അമ്മ, ഇതൊരു കച്ചവട, ഇയാൾക്ക് കൊടുക്കാം. ആദ്യം ആരെങ്കിലും ഒന്ന് വന്നോട്ടെ. ആന്റി വിഷമിക്കണ്ട, കൈനീട്ടം കെട്ടിയിട്ട് കൊടുക്കാം. ദേ, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ നിങ്ങളെ പോലെ ഞങ്ങൾ ഇറങ്ങാത്തത്. പറയുന്ന കേക്ക്, കുറച്ച് സമയം അങ്ങോട്ട് മാറി നിൽക്കേ. അതെന്തിനാ ഏട്ടത്തെ ആളെ മാറ്റിയിരുത്തുന്നേ? അയാൾക്ക് തന്നെ ആദ്യം കൊടുക്ക്. അമ്മ ആൾക്കൊന്നിന് ഓരോ മൺചട്ടി മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത് പൂട്ടുമ്പോ നമുക്ക് എല്ലാം കൂടി ഓരോ ചട്ടിയും എടുത്ത് തെരുവിലോട്ട് ഇറങ്ങാം. അതെ, നീ ദേ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 1 കോടി രൂപയാ നിനക്കൊക്കെ വേണ്ടി ഇവിടെ കുഴിച്ചിട്ടത്. എന്റെ പൊന്നു മീരെ, മതി, ഒന്ന് നിർത്ത്. എടി ആദി, നീ അതെടുത്തോണ്ട് അപ്പുറത്തങ്ങനെ പൊടി. ഇവള് പറയുന്നത് അമ്മ കേട്ടില്ലേ? ഞാൻ പറയുന്നതിൽ എന്താ കുഴപ്പം? പണം കുഴിച്ചിട്ടുണ്ടെങ്കിലേ അതിപ്പോ മരമായി കായ്ച്ചിട്ടുണ്ടാവും. അതിന്ന് ആവശ്യത്തിന് ഏട്ടത്തെ അങ്ങ് പറിച്ചെടുത്തോ. എന്നാ പിന്നെ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയി പറിച്ചെടുക്കാം. ആദ്യം ഏട്ടത്തി പോയി 1 കോടി കുഴിച്ചിട്ട് ഇടം കണ്ടുപിടിക്ക്. എന്നിട്ട് എന്നെ വിളിക്ക്, അപ്പൊ ഞാനും കൂടി വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വല്ല സഞ്ചിയിലോ ബാഗിലോ പണം പറിച്ചെടുക്കാം. നന്ദിയില്ലാത്ത വർത്തമാനം പറയില്ലേ? ആ പണം ഇല്ലെങ്കിൽ കാണായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിർത്തുന്നുണ്ടോ? നെല്ലിശ്ശേരിയിലെ കടം വീട്ടാൻ വേണ്ടിയാ ഏട്ടത്തിയ പണം എല്ലാം ചെലവാക്കിയത്. അല്ലാതെ എനിക്ക് വേണ്ടി അങ്ങ് ചെലവാക്കിയതൊന്നും അല്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല. ഇവളോട് ഇത്രയ്ക്ക് അഹങ്കാരം പറയാനും മാത്രം നീ വളർന്നോ? ഇവിടെ നിന്റെ ഏട്ടത്തിയമ്മയാ. ഒരെണ്ണം കൈനീട്ടിന്ന് വെച്ച് തന്നാലുണ്ടല്ലോ, ഇനി ഒരു അക്ഷരം നീ വെട്ടിപ്പോരുത്. നോക്ക്, ഇവളുടെ പണമില്ലാതെ കാണാരെന്ന്. കേറിപ്പോടി. അമ്മ, എടി പോവാനാ പറഞ്ഞത്. മോളെ, കൈനീട്ടം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ പാവത്തിന് ഇത്തിരി കഞ്ഞി കൊടുക്കാം. ലാഭവും നഷ്ടമൊക്കെ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. അതെ, അവിടെ പോയിരുന്നു. കഴിച്ചോ മീരെ? ആ ചറങ്ങിന്റെ അടുത്ത് കൊടുത്ത്. ഇയാളുടെ കൂട്ടത്തിൽ ആളുണ്ടെങ്കിൽ വേറെ 9 പേരെയും കൂടി വരാൻ പറ. എന്നിട്ട് എല്ലാ ദിവസവും അവരെവിടെ നിരത്തിയിരുത്തി നമുക്ക് സദ്യ വിളമ്പാം. എന്നിട്ട് എല്ലാം കാലിയാവുമ്പോ അവള് പറഞ്ഞതുപോലെ ചട്ടിയുമായിട്ട് നമുക്ക് തെരുവിലേക്ക് ഇറങ്ങാം. ഇവരുടെ കൂട്ടത്തിൽ കിടക്കാൻ സ്ഥലം ഉണ്ടോന്ന് കൂടി അന്വേഷിക്കേ. അപ്പൊ പിന്നെ വാടകയും കൊടുക്കണ്ടല്ലോ. എന്താ എടുത്ത് ഇത്? എന്തായാലും അയാൾ ആഹാരം കഴിക്കാൻ ഇരുന്നില്ലേ? ഒന്നും മിണ്ടാൻ പോലും വയ്യാത്ത പാവല്ലേ? ഇപ്പൊ ഞാൻ മിണ്ടിയതായോ കുഴപ്പം? നീയും നിന്റെ ചേച്ചിയാ ഇതിനൊക്കെ കാരണക്കാര്. മീരെ, നീയും ആതിരെ പോലെ ആവരുതേ. ഇവൾ എന്ത് തെറ്റാ ചെയ്തേ?
ഞാനൊന്നും പറയുന്നില്ലേ? മോള് വിഷമിക്കണ്ട കേട്ടോ. കഞ്ഞി വേണോ? കഞ്ഞി. ആ മോളെ അച്ചാറും കൂടി ഇച്ചിരി എടുത്തു. ആ അച്ചാറ്. ഇനിയൊരു പിച്ചക്കാരൻ പോലും ഇവിടുന്ന് പഴകഞ്ഞു കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവന്റെ എല്ലാ അനുഭവം ഇത് തന്നെയായിരിക്കും. എന്റെ ദൈവമേ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ നീ? ഞങ്ങളുടെ അവസാനത്തെ ആശ്രയം തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ. ഇത്രയ്ക്ക് മഹാപാപിയാണ് ഞാൻ. അമ്മ സാരല്ല, അമ്മ സാരല്ല. അമ്മേ, അമ്മ അമ്മ സോറി അമ്മ. ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല ഞാൻ. നമുക്ക് ഇത്രയും ഗതികേട് വന്നല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അനഘേ, നീ പോയൊരു തുണി എടുത്തിട്ട് വാ, നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാം. ഡേ, വാ.